പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. എടീ നിനക്ക് കേക്കാവോ? ഒന്നില്ലെങ്കിൽ നീ റേഞ്ച് ഉള്ള സ്ഥലത്ത് നിൽക്ക്, എന്നിട്ട് പറ. ആ പെണ്ണെ വെറുതെ കള്ളം പറയാലുണ്ടല്ലോ. ഞാൻ എപ്പോഴും നിന്നെ വിളിക്കാറുണ്ട്, നീയാണ് എന്നെ മൈൻഡ് ആക്കാത്തെ. എത്ര തവണ ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ട്? ഒരു തവണയെങ്കിലും നീ തിരിച്ചു വിളിച്ചാ? ഇല്ലല്ലോ. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട. എടി ഞാൻ തിരിച്ചു വിളിക്കാം. അമ്മയാ ഫോൺ കയ്യിലോട്ട് കിട്ടി കഴിഞ്ഞാൽ പിന്നെ പരിസരം മറന്നു പോകും. ഞാൻ ഫോണിൽ അവിടെ സംസാരിച്ചോണ്ടപ്പോ അറിയാതെ കേറി വന്നത്. എന്റെ പൊന്നിത്തിങ്ങനെ ചൂടാവണ എന്തിനറിയാതെ വന്നു. ഞാൻ പൊക്കോളാം. അയ്യോ എന്തോ ഒച്ചെടുത്തത്? അത് അമ്മൂമ്മ അവിടെ റെസ്റ്റ് എടുക്കുമായിരുന്നു. അപ്പൊ ഞാൻ ആരതിയോട് ഫോണിൽ സംസാരിച്ചോണ്ട് കേറി ചെന്നത്. സൗണ്ട് കുറച്ച് കൂടി പോയി. എന്തോ മാമി അവരെ ശല്യപ്പെടുത്തല്ലേ. ഒന്നാമത് മാമിയുടെ സ്വഭാവം മാറി മാറി വരെയാണ്. എന്തുവാണ് എന്റെ സ്വഭാവത്തിന് കുഴപ്പം? നീ കുറെ ആയിട്ട് പറയുന്നല്ലോ എന്റെ സ്വഭാവം അങ്ങനെ, എന്റെ സ്വഭാവം ഇങ്ങനെ. എന്തോ എന്റെ സ്വഭാവത്തിന് കുഴപ്പം? അമ്മ 3:30 മണിയായി. അമ്മ ഇത്ര നേരിട്ട് വല്ലതും കഴിച്ചാ? എനിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞില്ലയോ? മാമിക്ക് ആഹാരം വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. നീ പോടാ അവിടുന്ന്. അല്ല, മാമി എത്ര ദിവസം പട്ടിണി കിടന്നു? എത്ര നേരം കൊണ്ട് ഞാൻ പറയുന്ന കഴിക്കുന്നത്. അമ്മമ്മയ്ക്ക് മര്യാദയ്ക്ക് എന്തെങ്കിലും എടുത്ത് കഴിച്ചുകൂടി? മര്യാദക്ക് എന്തെങ്കിലും എടുത്ത് കഴിക്കാനോ? അത്രയ്ക്കായോടി നീ? വിശപ്പില്ലെങ്കിലേ നീ കഴിക്കണ്ട. ഒന്ന് അലറാതിരിക്കാൻ എന്തോ വേണം നിനക്ക്. ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട് എന്റെ പുറകിൽ വരാനേ. എടിയേ, ഞാൻ ഫോൺ വിളിച്ചപ്പോ നീ ഇവിടെ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരത്തില്ലായിരുന്നല്ലോ. എന്തോന്നമ്മ, എന്തോന്നാണിത്? എവിടെ കേൾക്കാന്നറിയോ? ഞാൻ വേറെ എന്തൊന്നുമല്ല വിചാരിച്ചേ. സത്യം വിളിക്കുന്ന വിളിയായിട്ട് പേടിച്ചാണ് മനുഷ്യൻ ഇവിടെ ഓടി വന്നത്. വല്ല കഷ്ടം തന്നെ നിങ്ങളുടെ കാര്യം. ഒരു ഇവിടെ മനുഷ്യനുണ്ടല്ലോ, ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടേണ്. കൂടെ ഞാനും ഓടേണ്. പൊന്നുശ്രീ ഒന്ന് നിർത്ത്. അമ്മ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, ആദ്യം എന്തെങ്കിലും കഴിക്കമ്മേ. ഇങ്ങനെ പുറകെ നടന്ന് വിളിക്കാനേ ഞാൻ അത്ര കൊച്ചു കുട്ടിയൊന്നും അല്ല. കുട്ടിയല്ല, അത് ഓർമ്മ വേണം. അപ്പൂപ്പ അപ്പുറത്ത് പോയിരുന്നേ. ഒരു ദിവസം സംസാരിക്കാണ്ടിരിക്കുമ്പോ ഫുൾ പ്രശ്നം മാറും. പ്ലീസ് ചെല്ല്. 2 ദിവസം കഴിയുമ്പോഴേ ഇവിടെ ചൂടങ്ങ് മാറിക്കോളൂ. നമുക്കൊരു കാര്യം ചെയ്താലോ, ഒരു വണ്ടി വിളിച്ച് ഇവർ രണ്ടുപേരെയും കൂടെ പടവലത്ത് കൊണ്ടുപോകാം. എന്നിട്ട് നമുക്ക് 2 ദിവസം അവിടെ നിൽക്കാം. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടെ കൊണ്ടുപോയിക്കോ. ഞാൻ എന്തായാലും പോരുന്നില്ല, 2 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ അവിടെ നിന്നാലും ഇവിടെ നിന്നാലും പ്രശ്നമില്ലയോ? ഞാൻ അങ്ങ് പോയേക്കാം. ഞാൻ പറയാം, 2 നേരം കൊണ്ട് വല്ല ഡേക്കറെ കൊണ്ട് നിർത്തും. നിങ്ങളെല്ലാരും കൂടെ ഇവിടെ ചിരിച്ച് തമാശ പറഞ്ഞോണ്ട് നിന്നു. ഞാൻ പോവാ. എവിടെ ഡേക്കറിലാണോ? ഇതപ്പോ എന്തിയാ മാമിയായി? അവള് വോട്ടറാകട്ടോന്ന് വെച്ചാല് പോവാണോ? മാമി എന്തിനുള്ള പുറപ്പാടാണ് മാമി? ഞാൻ പോവാ. ചെല്ലേ മാമി, മാമി, മാമി. അച്ഛാ, അമ്മ പോയി റോഡിലോട്ട് നടന്നു പോകുന്നു. എന്നാ ഒരു കാര്യം ചെയ്യും, നീ വേഗം ഓട്ടോട് വിളിച്ചു കൊടുക്കും. മാമിക്ക് വാശി എന്ന് പറയാൻ വാശിയാണ് കേട്ടാ. മാമി ചിലപ്പോൾ ചോനറത്തിലെ മക്കളെ പിന്നെ തിരിച്ച് പടവലത്തോട്ട് വരില്ല. മാമ ഒറ്റ കയറി പിന്നെ താമസിക്കുന്നത്. അവിടെ ഇരിക്കുന്നു, അവിടെ അപ്പൂപ്പൻ ചോനടത്തലേ പോടാ. തിരിഞ്ഞു നോക്കല്ലേ മാമനെ, തിരിഞ്ഞു നോക്കല്ലേ ഉള്ള കാര്യം ഞാൻ പറയാം. അല്ല പിന്നെ അമ്മ അതെ, കുറേ നേരം ഞാൻ അവിടെ ബസ് കാത്തി നിന്നു. ബസ്സൊന്നും കിട്ടിയില്ല. കയ്യിൽ വേറെ കാശൊന്നും ഉണ്ടായിരുന്നില്ലേ. പിന്നെ ഷുഗറൊക്കെ ഉള്ളതല്ലയോ. കുറേ നേരം ആഹാരം കഴിക്കാതിരുന്നപ്പോഴേ കൈയും കാലും ഒക്കെ അങ്ങോട്ട് വിറയ്ക്കാൻ തുടങ്ങി. രാവിലെ എനിക്ക് പോകണം. നീ ഒരു 100 രൂപ തരണേ. ഏതില വന്ന് അടുക്കളയിലേക്കേ എങ്ങനെ കയറി? അത് ഞാൻ പുറകെ കുടുങ്ങി കയറി. എവിടെ? പുറകെ കുടുങ്ങി കയറിന്.